സംസ്ഥാനത്തെ എല്ലാ സ്കൂളിലും കളിസ്ഥലം ഒരുക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീലിന് പോകാൻ സാധ്യത. ഉത്തരവ് വെല്ലുവിളിയായതിനെ തുടർന്നാണ് സർക്കാരിന്റെ നടപടി. കളിസ്ഥലമില്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടണം എന്ന ഉത്തരവ് നടപ്പായാൽ ഭൂരിപക്ഷം സ്കൂളുകളും ഇത്തവണ തുറക്കാനാവില്ല. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുപ്രകാരം ഏതാണ്ട് 55% സർക്കാർ സ്കൂളുകളിലും 75% എയ്ഡഡ് സ്കൂളുകളിലും മാത്രമേ തുറസായ കളിസ്ഥലങ്ങളുള്ളൂ. എന്നാൽ എല്ലാ സ്കൂളുകളിലും ഉടനടി കളിസ്ഥലം ഒരുക്കുക എന്നത് സാമ്പത്തിക പ്രയാസം മൂലം ബുദ്ധിമുട്ടെന്ന് പറയുന്ന സർക്കാർ ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശത്തിനെതിരെ അപ്പീൽ പോകാനൊരുങ്ങുന്നു. അതേസമയം സ്കൂളുകളിലെ തുറസായ കളിസ്ഥലങ്ങൾ കുട്ടികളുടെ പഠനാന്തരീക്ഷത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് മുൻ ഏഷ്യൻ ഗെയിംസ് താരം പത്മിനി തോമസ് ജനം ടിവിയോട് പറഞ്ഞു. ഇന്ന് നമുക്ക് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 3-4 സ്റ്റേഡിയങ്ങളുണ്ടെങ്കിലും ഒന്നും ഉപയോഗശൂന്യമാണ്. ഇവിടെ ഇട്ടേക്കുന്ന സിന്തറ്റിക് ട്രാക്കുകളൊക്കെ കാലഹരണപ്പെട്ടതാണ്. ഗവൺമെന്റിനെ കൊണ്ട് എന്തുമാത്രം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇപ്പം തന്നെ അവസ്ഥകൾ അറിയാമല്ലോ. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. അത് അവർ വിനിയോഗിക്കാനും തയ്യാറാണ്. കേരളം എന്ന് പറഞ്ഞാൽ കായിക രംഗത്തിന്റെ ഈറ്റിലമ്മാന്. എന്നാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തെ നമ്മുടെ സ്റ്റാൻഡേർഡ് എടുത്തു കഴിയുമ്പം നമ്മൾ വളരെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വൻ വീഴ്ച സംഭവിച്ചതായും പത്മിനി തോമസ് പറഞ്ഞു. ജനം, തിരുവനന്തപുരം.